മനുഷ്യ ഹൃദയത്തിലേക്ക് ആവാഹിച്ച് കയറാൻ അത്രയും കഴിവുള്ളൊരു ഗായികനെ പോലെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല നമ്മൾ ഉദാഹരണം ഒരു കാര്യം, ഇത്രയും വിനയമുള്ളൊരു ഗായിക. സാധാരണ ചെറിയ പാട്ട് പഠിച്ചത് ഗായകരാകുമ്പോൾ തന്നെ ഭയങ്കര അഭ്യാസവും സ്റ്റേജ് ചുരുക്കിയുള്ള പരിപാടികൾ ഒരു ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഒരു പെർഫോമൻസിന്റെ മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ ആഴുമ്പോൾ കുഞ്ചി നനയല്ലേ കുഞ്ചി കരയല്ലേ നനയല്ലേ അവരുടെ കള്ളക്കഥയാണ്. അമ്പരചുംബികളുയരുന്നു, തെരുവിൽ ചേരികൾ പെരുകുന്നു. അമ്പരചുംബികളുയരുന്നു, തെരുവിൽ ചേരികൾ പെരുകുന്നു. മനോഹരമായ സന്തോഷം ലഭിക്കുന്ന ഒന്നാണ് ഗസല് ഗാനം എന്ന് പറയുന്നത്. സ്പെഷ്യാലിറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞ വലിയ സന്തോഷം. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമാറിയുടെ അരികിൽ സാധ്യമാവാത്ത തരത്തിൽ 48,000 ഗാനങ്ങൾ അവർ പാടി. മലയാളത്തിൽ തന്നെ അവർ 12,200-ലധികം ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഒരു പാട്ടുകൊണ്ട് മാത്രം ഇഷ്ടമായ ഒരുപാട് സിനിമകൾ പാട്ട് നമുക്ക് അവളുടെ ആവുകളിലാണ് പാടിയിരുന്നത്. പാട്ടുകൾ പാടില്ലേ. അതുപോലെ മഞ്ഞിൽ വിരിഞ്ഞ പോയി ഗംഭീര പാട്ടുകളാണ്. ഇതൊക്കെ മറക്കാൻ കഴിയില്ല മലയാളികൾക്ക്. ഈ പാവങ്ങൾ ഞങ്ങളാശ്വസിക്കട്ടെ ദേവാനിൻ തിരുസന്നിധിയിൽ. ഇന്നു മുന്നിലിരിക്കുമീ അന്നം നിന്റെ സമ്മാനമല്ലയോ. ഭാഗ്യവതിയാകുന്നത് അവർ ജീവിച്ച കാലഘട്ടം കൊണ്ട് കൂടിയാണ്. കാരണം അവര് പാട്ട് നിർത്തുന്നതോടെ അവരുടെ കാലത്തുണ്ടായിരുന്ന പാട്ടിന്റെ രീതി തന്നെ മാറിപ്പോയി. പിന്നീട് വന്ന പാട്ടുകളൊന്നും എന്നെപ്പോലെയുള്ള ആളുകൾ ജീവിച്ച ആ തലമുറക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അടിപൊളിയാണ്. നിൻമുഖം പോൽ നൊമ്പരം പോൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞതുണ്ട്. രചന വയലാർ, സംഗീതം ദേവരാജൻ, പാടിയത് ജാനകി, അല്ലെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് ടി സുശീല, വാണിജ്യം. ഈ 3 പേരെ കേട്ടിട്ടുള്ളൂ. പിന്നെ എത്രയോ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചിത്രം വന്നപ്പോഴാണ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് വേറൊരാൾ പാടാൻ തുടങ്ങി. അതുവരെ ഈ 3 പേര് മാത്രമാണ് എനിക്ക് തോന്നുന്നത് സ്ത്രീ ശബ്ദമായിട്ട് പാടി. പിന്നെ അന്ന് പാടിയില്ലെങ്കിൽ ഈ പാട്ടിന്റെ വരികൾ കാണാതെ പഠിക്കാൻ എനിക്ക് ഭയങ്കര എന്താ കഴിവ് തന്നെയാണ്.
കാണുമ്പോൾ അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ വളരെ അസൂയോടെ അവരെ വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ആ കഴിവില്ലാത്തതുകൊണ്ട് ചന്ദ്രൻ ഓരോ ജനക്കുറി വരച്ചു സഖി ഓരോ ജനക്കുറി വരച്ചു മാനത്തെ പൊന്മുകിലിന്നലെ നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിന്നലെ ആനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ഈ ഒരു കോട്ടയിൽ വരണം എന്നുള്ള ആളുകളുള്ളതുകൊണ്ടാണ് എത്തിച്ചേർന്നത്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ഒത്തുചേർന്ന് പോകുന്ന ഒരു പിടി ഗാനം സമ്മാനിച്ചിട്ടാണ് ജാനകിയമ്മ നമ്മളോട് ഇവിടെ വന്നിട്ടുള്ളത്. നേരത്തെ നമ്മുടെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ച പോലെ ആകാശവാണിയിലൂടെയാണ് നമ്മളെല്ലാവരും സംഗീതത്തെ അറിഞ്ഞതും ഗാനങ്ങൾ കേട്ടതും. അതുമുതലാണ് നമ്മൾ വെസ്റ്റാവിനിൽ മാധുരി, അതുപോലെ തന്നെ പി സുശീല തുടങ്ങി അനേകം ഗായകരെ പറ്റി അറിയുകയും അവരുടെ ഗാനങ്ങൾ ആസ്വദിക്കുകയും ചെയ്തത്. വാതിൽ നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ മണവിലൊട്ടം കേട്ടുപോയി തരിച്ചു നിന്നു പെണ്ണൽ തരിച്ചു നിന്നു. വാതിൽ മുന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ മണവിലൊട്ടം കേട്ടുപോയി തരിച്ചു നിന്നു